ഹലോ മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനും ഗൂഗിൾ സാറും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ചില സംശയങ്ങളാണ്. ഒന്നാമത്തെ സംശയം, സ്കൂളിൽ അറ്റൻഡൻസ് ക്ലോസ് ചെയ്തോ, അല്ലെങ്കിൽ എന്നാണ് സ്കൂൾ അറ്റൻഡൻസ് ക്ലോസ് ചെയ്യുന്നത്? SLC പബ്ലിക് എക്സാം 2025 എഴുതണമെങ്കിൽ ഇത്ര % അറ്റൻഡൻസ് കിട്ടണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതൊക്കെ ഒന്ന് തീർത്ത് സെറ്റാക്കി തരാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സാറേ, അപ്പം ആദ്യത്തെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ SSLC പബ്ലിക് എക്സാം 2025 എഴുതണമെങ്കിൽ ഇത്ര % അറ്റൻഡൻസ് വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ 2025 പരീക്ഷ എഴുതുന്ന കുട്ടി എന്നാണ് നമ്മൾ SSLC ക്ലാസ് ആരംഭിച്ചത്, ജൂൺ 1 അന്ന് തൊട്ട് ഏതുവരെയാണോ അറ്റൻഡൻസ് ഉള്ളത് ആ അറ്റൻഡൻസിലെ 85% അറ്റൻഡൻസ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് SSLC പരീക്ഷ എഴുതാൻ അനുവാദം ഉണ്ടാകുക. ഓക്കെ സാറേ, ഒരു പക്ഷേ 85% കുറവാണ് കുട്ടിക്ക് കിട്ടിയതെങ്കിലോ? രണ്ട് തരത്തിലത് ട്രീറ്റ് ചെയ്യാറുണ്ട്. 85% കുറവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 75% മുതൽ 85% വരെയാണ് കുട്ടിക്ക് അറ്റൻഡൻസ് ഉള്ളതെങ്കിൽ അത് അതാത് സ്ഥാപനങ്ങളിലെ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷന് HMന് കണ്ടോണേഷൻ കൊടുക്കാനുള്ള അധികാരമുണ്ട്. എന്ന് പറഞ്ഞാൽ മാപ്പാക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് മലയാളത്തിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ അനുവദിക്കാം. ഓക്കെ, അനുവദിക്കാം. സാറേ, ഈ കണ്ടോണേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രൈറ്റീരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാവർക്കും അങ്ങനെ കണ്ടോണേഷൻ കൊടുക്കാൻ പറ്റില്ല. അതിന് മുമ്പത്തെ പരീക്ഷയിൽ 50% മാർക്ക് നേടിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അറ്റൻഡൻസിലെ കുറവ് കണ്ടോണേറ്റ് ചെയ്യാൻ HMന് അധികാരമുള്ളൂ. ഓക്കെ സാർ, ഒരു പക്ഷേ 75% കുറവാണ് അറ്റൻഡൻസ് എങ്കിലോ? അവിടെ നമുക്കൊരു സാധ്യതയുണ്ട്. 65% മുതൽ 75% വരെ ആണ് അറ്റൻഡൻസ് ഉള്ളതെങ്കിൽ അത് DO തലത്തിൽ കണ്ടോണേഷന് സാധ്യതയുണ്ട്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ 50% മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. DOയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട്. ഈ മാർക്ക് ലിസ്റ്റ് വെച്ച് വേണം കണ്ടോണേഷന് അപേക്ഷിക്കാൻ. അത് സ്കൂൾ തലത്തിലാണ് അപേക്ഷ പോവുക, പക്ഷെ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള അപേക്ഷയായിട്ടാണ് പോവുക. അതിൻ്റെ കൂടെ തൊട്ട് മുമ്പ് നടന്ന പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് 50% മാർക്കുണ്ട് എന്നുള്ളൊരു മാർക്ക് ലിസ്റ്റും കൂടെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ സാർ, ഒരു പക്ഷേ കണ്ടോണേഷൻ ഒരു തരത്തിലും കൊടുക്കാൻ പറ്റാത്ത ഒരു കുട്ടിയാണെങ്കിലോ? അങ്ങനെ ഒരു സാധ്യത വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കുറേ കാലം സ്കൂളിൽ വരാൻ പറ്റാതെ ഒരവസ്ഥയുണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ മാത്രമാണ് ഒരുപക്ഷെ കണ്ടോണേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുക. അപ്പോൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ എത്ര ദിവസത്തെ ഷോർട്ടേജ് ഉണ്ട് മിനിമം അറ്റൻഡൻസ് ഉണ്ടാകാൻ എന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 20 ദിവസമാണ് കുറവ് എന്ന് വിചാരിക്കുക. അടുത്ത അക്കാഡമിക് ഇയർ ജൂൺ 1 റീ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അന്ന് തൊട്ട് 20 ദിവസം എന്ന് പറഞ്ഞാൽ ഈ മിനിമം അറ്റൻഡൻസ് കിട്ടുന്നത് വരെ സ്കൂളിൽ ക്ലാസ്സിൽ പോയി ഇരുന്ന് അറ്റൻഡൻസ് വാങ്ങിക്കേണ്ടതുണ്ട്. അടുത്ത വർഷം മാത്രമേ പിന്നെ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്. സാർ, പിന്നൊരു സംശയം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ പല കുട്ടികളും സ്കൂളിലൊക്കെ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പ്രാക്ടിക്കൽ ആവുന്നത് ശരിക്കും? 85% അറ്റൻഡൻസ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം കുട്ടി ഇനി വന്നില്ലെങ്കിലും വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. അല്ലാത്തത് സാധാരണഗതിയിൽ അനുവദിക്കാറില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. മനസ്സിലായി. പിന്നെ സാറേ, മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നാണ് നമ്മൾ സ്കൂളുകളിൽ അറ്റൻഡൻസ് ക്ലോസ് ചെയ്യുന്നൊരു ദിവസം? SSLCക്കാർ ആണോ? അതെ. SSLCയെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരിയിലെ അവസാന വർക്കിംഗ് ഡേ ആണ് അറ്റൻഡൻസ് ആയിട്ട് പരിഗണിക്കുന്നത്. ഇപ്പോൾ 28-ാം തീയതി ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച മറ്റോ ആണെങ്കിൽ അന്നാണ് അവസാന അറ്റൻഡൻസ് കുട്ടിയുടെ മാർക്ക് ചെയ്യുന്നത് അന്നാണ്. എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അറ്റൻഡൻസിന് യാതൊന്നും ഇല്ല എന്നർത്ഥം. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഇനിയും ഇതായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴത്ത് കമൻറ്റ് ചെയ്യാം. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ എന്ത് ചെയ്യും, തരുന്നതാണ്. ഇതുപോലത്തെ ഏറ്റവും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്നത് നമ്മുടെ റേസ് ഏകൻ ടീമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൂഗിൾ സർ. താങ്ക് യു. ബൈ.